നടൻ ദിലീപ് ശങ്കറിന്റെ മരണം ആത്മഹത്യയല്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ദിലീപ് ശങ്കർ മുറിയിൽ തലയിടിച്ചാണ് വീണതെന്നും ഇതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവം മരണത്തിലേക്ക് നയിച്ചതാകാമെന്നുമാണ് പോലീസ് സംശയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമാണ് നടൻ ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസം മുൻപാണ് ദിലീപ് ഹോട്ടലിൽ മുറിയെടുത്തത്. എന്നാൽ മുറിവിട്ട് പുറത്തേക്ക് പോയിട്ടില്ലെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ മരണം ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. മുറിയിൽ തലയടിച്ചു വീണതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാകാം മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക സംശയം. മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഹോട്ടൽ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. എറണാകുളം സ്വദേശിയായ ദിലീപ് ശങ്കർ സീരിയൽ ഷൂട്ടിങ്ങിനായാണ് തിരുവനന്തപുരത്തെത്തിയത്. ഷൂട്ടിങ്ങിന് 2 ദിവസം ഇടവേളയുണ്ടായിരുന്നുവെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ടും ദിലീപ് ഫോൺ എടുത്തിരുന്നില്ലെന്നും സീരിയൽ സംവിധായകൻ ഉൾപ്പെടെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.